ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. നമുക്ക് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ടുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് പോരും കേട്ടോ. അതിനായിട്ടൊരു 5-8 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്. സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ടങ്ങ് പോകണമെന്നില്ല, ഒരു മീഡിയം ലെവലിലൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടുക. ഒന്ന് നമുക്ക് വെളുത്തുള്ളി ഇടുന്നതുകൊണ്ട് വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യുക, ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ടൊന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും, സവോള ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലെ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ, നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം. ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി തീ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ആറി കഴിയുമ്പോഴേക്കും അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരയ്ക്കുന്ന സമയത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ആ ചേർത്ത് വെച്ച വത്തൽമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളത് കടുക് പൊട്ടിച്ചെടുക്കുക. അതിനായിട്ട് കടുക്, ഒരല്പം ഉഴുന്ന് പരിപ്പും ചേർത്തിട്ട് അതിലോട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇപ്പം ഞാൻ ചെറിയ ഉള്ളി എനിക്ക് കിട്ടാത്തതിന് ഞാൻ സവോള എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞായിട്ട് തരിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്, ഇതിൻ്റെ കൂടെ പച്ചമുളകൊക്കെ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. വത്തൽമുളകൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഉണ്ടാക്കി വെച്ച തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ട് നമ്മളിത് പച്ചമണമൊക്കെ മാറി വന്നതുകൊണ്ട് ഇത് ഒരുപാട് തിളയ്ക്കണമെന്നൊന്നുമില്ല. ഒന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.